ഹലോ. അതെ, വെണ്ടയ്ക്ക ഇട്ട കറീനെ വെണ്ടയ്ക്ക കറി എന്ന് വിളിക്കാം, പരിപ്പിട്ടുണ്ടാക്കിയ കറീനെ പരിപ്പ് കറി എന്ന് വിളിക്കാം. പക്ഷെ ഈ സാമ്പാർ ഒരു ബന്ധമില്ലാത്ത പേരല്ലേ? അതെങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? എനിക്കും ചെറുപ്പം തൊട്ടുള്ളൊരു സംശയം, പക്ഷെ അതിനൊരു കഥയുണ്ട്. സാമ്പാറിൻ്റെ ജനനം തമിഴ്നാട് തഞ്ചാവൂരിലാണെങ്കിലും അതിലൊരു മഹാരാഷ്ട്രീയൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. എങ്ങനെയെന്നല്ലേ, 17th സെഞ്ച്വറിയിൽ നമ്മുടെ തഞ്ചാവൂർ മറാഠ കിങ്ഡത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മറാഠ റൂളറായ ഷാഹുജിയായിരുന്നു ഭരിച്ചിരുന്നത്. ഒരു ദിവസം ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ മോനായ സാംഭാജി മഹാരാജാവ് തഞ്ചാവൂരിൽ വിസിറ്റിന് വന്നു, ഇവരുടെ ഗസ്റ്റായിട്ട്. അപ്പോൾ സാഹുജി അവരുടെ റോയൽ ഷെഫിനോട് പറഞ്ഞു, ഒരു മഹാരാഷ്ട്രൻ ഡിഷ് ഉണ്ട് ആംടി, അതാണ് സാംഭാജിയുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ്, അതുണ്ടാക്കാൻ പറഞ്ഞു. ആംടി ഉണ്ടാക്കുന്നത് പരിപ്പും പിന്നെ കൊക്കം എന്ന് പറഞ്ഞൊരു പുളിയുണ്ട് കേട്ടോ, കൊടംപുളിയല്ല, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇത് രണ്ടുമായിരുന്നു ആംടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഗോവൻ അല്ലെങ്കിൽ കൊങ്കൺ റീജിയനിലാട്ടോ ഈ കൊക്കം മോസ്റ്റ്ലി ഉള്ളത്. പക്ഷെ നമ്മുടെ തഞ്ചാവൂർ റോയൽ കിച്ചണിൽ കൊക്കമില്ലായിരുന്നു. അപ്പോൾ കൊക്കത്തിൻ്റെ പകരം നമ്മുടെ റോയൽ ഷെഫ് എന്ത് ചെയ്തെന്നറിയോ, സാദാ പുളി തുവരപ്പരിപ്പിൽ പിഴിഞ്ഞൊഴിച്ച് അവരുടെ ഇതായ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒരു തഞ്ചാവൂർ വേർഷൻ ആംടി സാംഭാജി മഹാരാജാവിന് അവർ സെർവ് ചെയ്തു. സാംഭാജിക്ക് ആ കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ സാംഭാജി ആഹാരം സാമ്പാറായി മാറി. ഇങ്ങനെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്യുസൈനിൽ സാമ്പാർ ഒരു പ്രധാനിയായി മാറിയത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.